ഒരു സന്ധ്യാനേരത്ത് കിള്ളിയാറിൽ സ്നാനാദി കർമ്മങ്ങൾക്കായി പോയ ഒരു വൃദ്ധന്റെ മുന്നിൽ തേജസ്വിയായ ഒരു പെൺകുട്ടി വന്നു. നദി മുറിച്ചു കടക്കാൻ തന്നെ സഹായിക്കാമോ എന്ന് അവൾ അദ്ദേഹത്തോട് ചോദിച്ചു. വൃദ്ധൻ നദി മുറിച്ചു കടക്കാൻ അവളെ സഹായിച്ചു. അവളുടെ മുഖത്തെ ചൈതന്യം കണ്ട അയാൾക്ക് അവളൊരു അപ്സരസോ ദേവിയോ ആണെന്ന് സംശയം തോന്നി. തൊഴുകൈകളോടെ അദ്ദേഹം ആഹാരം കഴിക്കാനായി ആ കുട്ടിയെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവൾ അയാളെ പിന്തുടർന്നു. പക്ഷേ വൃദ്ധനും കുടുംബവും മധുര പലഹാരങ്ങളും മറ്റും ഉണ്ടാക്കിക്കൊണ്ടു വന്നപ്പോഴേക്കും അവൾ അപ്രത്യക്ഷയായിരുന്നു. ഏറെ വിഷമിച്ച ആ ഗൃഹനാഥന് അന്ന് രാത്രി ഒരു സ്വപ്ന ദർശനമുണ്ടായി. സ്വപ്നത്തിൽ ആ പെൺകുട്ടി വന്ന് അടുത്തുള്ള കാവിൽ 3 വരകളാൽ അടയാളപ്പെടുത്തിയ ഒരു പവിത്രമായ സ്ഥലത്ത് തനിക്കായി ഒരു വാസസ്ഥലം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പിറ്റേന്ന് രാവിലെ തന്നെ വൃദ്ധൻ സ്വപ്നത്തിൽ പെൺകുട്ടി പറഞ്ഞ സ്ഥലത്തേക്ക് പോയി നോക്കി. നിലത്ത് 3 അടയാളങ്ങൾ കണ്ട അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. തന്റെ മുന്നിൽ വന്നത് സാക്ഷാൽ ഭഗവതി തന്നെയാണ് എന്ന് മനസ്സിലാക്കിയ വൃദ്ധൻ വൈകാതെ അവിടെ അവൾക്കായി ഒരു ക്ഷേത്രം നിർമ്മിച്ചു. ഈ ക്ഷേത്രമാണ് പിൽക്കാലത്ത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമായി അറിയപ്പെട്ടത്. തമിഴ് കവിയായ ഇളൻകോവടികളുടെ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ ദിവ്യരൂപമാണ് ആറ്റുകാൽ ഭഗവതി. ശ്രീപാർവതി ദേവിയുടെ അവതാരവും പതിവ്രതാരത്നവുമായ കണ്ണകി തന്റെ ഭർത്താവായ കോവലനെ അന്യായമായി വധശിക്ഷയ്ക്ക് വിധിച്ച രാജാവിനോടും ജനങ്ങളോടുമുള്ള പ്രതികാരമായി പുരാതന നഗരമായ മധുര തന്റെ തപശക്തിയാൽ ചുട്ടരിച്ചു. മധുരയുടെ നാശത്തിന് ശേഷം കണ്ണകി നഗരം വിട്ട് കന്യാകുമാരി വഴി കൊടുങ്ങല്ലൂരിലേക്ക് യാത്രയായി. പോകുന്ന വഴിയിൽ ആറ്റുകാലിൽ താമസിച്ചു. അവിടെ തനിക്കൊരു സ്ഥാനം വേണമെന്ന് തോന്നിയ ദേവി ഒരു കുട്ടിയുടെ രൂപത്തിൽ ആ ഗൃഹനാഥന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെയാണ് ആറ്റുകാലിൽ ഭഗവതി ക്ഷേത്രം ഉണ്ടായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് പൊങ്കാല മഹോത്സവം. മലയാളമാസമായ മകരം കുംഭത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ ആരംഭിച്ച് കുരുതി തർപ്പണം എന്നറിയപ്പെടുന്ന യാഗത്തോടെ സമാപിക്കുന്ന 10 ദിവസത്തെ ആഘോഷ പരിപാടികളാണ് ക്ഷേത്രോത്സവം. ക്ഷേത്രോത്സവത്തിന്റെ 9ാം ദിവസമാണ് പ്രധാന വഴിപാടായ ആറ്റുകാൽ പൊങ്കാല നടത്തപ്പെടുന്നത്.